2026 ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും 1,00,000-ൽ അധികം ആളുകൾക്കാണ് PR-നുള്ള ഇൻവിറ്റേഷൻ ടു അപ്ലൈ ലഭിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾക്ക് COPR അല്ലെങ്കിൽ കൺഫർമേഷൻ ഓഫ് PR ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിരവധി ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയുമാണ്. നമുക്കറിയാം, ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണം നല്ല നമ്പർ തന്നെ ഇപ്പോഴുണ്ട്. 2019 മുതൽ ഇവിടെ താമസിക്കുന്നവർ അവർ PR ലഭിക്കാതെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ വർഷത്തെ ബ്രേക്ക് ഡൗൺ ഒക്കെ ഒന്ന് നോക്കി കഴിയുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് 45,250 പേർക്ക് കനേഡിയൻ എക്സ്പീരിയൻസ്ഡ് ക്ലാസ് വഴി ഈ 8 മാസത്തിനുള്ളിൽ PR-നുള്ള അപ്ലിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയിൽ 40,500 പേർക്ക് ഇൻവിറ്റേഷൻ ടു അപ്ലൈ ലഭിച്ചിരിക്കുകയാണ്. ഈ കാറ്റഗറിയിൽ നമ്മുടെ ആളുകൾക്ക് അധികം ലഭിച്ചിട്ടില്ല. കാരണം നോർത്തേൺ ആഫ്രിക്കയിൽ നിന്നുള്ളവർക്കും ക്യാമറൂൺ, മൊറോക്കോ ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലായിട്ടും അപ്ലൈ ചെയ്തിരിക്കുന്നതിനുള്ള ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് ലാംഗ്വേജ് അവർക്ക് അവരുടെ ഭാഷയുടെ ഭാഗമായിട്ട് തന്നെയുണ്ട്, അല്ലെങ്കിൽ നേറ്റീവ് ലാംഗ്വേജ് ആയിട്ട് തന്നെയുണ്ട്. നമുക്കും ഇതിലേക്ക് ശ്രമിക്കാവുന്നതാണ്. നാട്ടിൽ നിന്നുള്ളവരൊക്കെ നിരവധി ആളുകൾ ജർമ്മൻ പഠിച്ചാണ് ജർമ്മനിക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഫ്രഞ്ചും പഠിക്കാവുന്ന ഒരു ലാംഗ്വേജ് തന്നെയാണ്. B1, B2 ലെവൽ വരെ നിങ്ങൾക്ക് സർട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സാധ്യതകളുണ്ട്. ഇനി കാനഡയിലേക്ക് പഠിക്കാൻ വരുന്നവരൊക്കെ നോക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഫ്രഞ്ച് ലേണിംഗ് എന്ന് പറയുന്നത്. കാനഡയിലെ ഇമിഗ്രേഷൻ സാധ്യതകൾ നോക്കി കഴിയുമ്പോഴേക്കും നമുക്കറിയാം, ഈ 1,00,000 പേർക്ക് ഇപ്പോൾ ഇത്രയും മാസം കൊണ്ട് ലഭിച്ചിരിക്കുകയാണ് PR. ഇനി മുന്നോട്ടും ഇതുപോലെ തന്നെ മിനിമം 1,00,000 പേർക്കെങ്കിലും ഉള്ളൊരു ടാർഗറ്റ് ഉണ്ടാവും. എന്നാൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് തന്നെ കുറച്ചിരിക്കുകയാണ് ഇവിടെ. അതായത് പല കോളേജസും അതിൻ്റെ സ്ട്രഗിളിൽ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് കാണാൻ സാധിച്ചത് കൊണസ്റ്റാഗോ കോളേജിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെയധികം കുറച്ചിരിക്കുകയാണ്. അതായത് ടോട്ടൽ ഒണ്ടേരിയോ നോക്കി കഴിയുമ്പോഴേക്കും അത് 36%, പിന്നെ ബ്രിട്ടീഷ് കൊളംബിയയിൽ 24%, പിന്നെ ആൽബർട്ട പ്രൈറേസി വരുന്ന 17% ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. എങ്കിലും നമുക്കറിയാം, ഒരു നല്ല നമ്പർ തന്നെ സൈലൻ്റ് ആയിട്ട് ഇപ്പോഴും ഇവിടെ വന്നുകൊണ്ടിരിപ്പുണ്ട്. അത് പ്രോപ്പറായിട്ട് ഡിസിഷൻസ് എടുത്തിട്ടുള്ളവരും കറക്റ്റായിട്ടുള്ള കരിയർ കൗൺസിലിങ്ങുകളൊക്കെ നേടിയിട്ടുള്ളവരും ഒരു നല്ല പ്ലാനിങ് ഉള്ളവരുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹെൽത്ത് കെയർ, ബിസിനസ്, ടെക്നോളജി, ആ 3 മേഖലകൾ നോക്കിക്കഴിയുമ്പോഴേക്കും അതിൽ ഹെൽത്ത് കെയറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ AI റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, RCIP അതായത് റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾക്ക് ഇനിയും സാധ്യതകളുണ്ട്. നമ്മൾ നോക്കിക്കഴിയുമ്പോഴേക്കും 2028 ഒരു കുട്ടി ഇവിടെ വരികയാണെങ്കിൽ 2032 വരെ നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. അതായത് 3 വർഷത്തെ സ്റ്റേ ബാക്കും ഉൾപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞ. സ്റ്റേ ബാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മീറ്റ് ചെയ്യണം. എങ്കിലും ഒരു ഡിസ്ക്ലൈമറായിട്ട് എനിക്ക് പറയാവുന്നത്, വീണ്ടും പോളിസീസ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. എങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പണത്തിന് തീർച്ചയായിട്ടും ഒരു മൂല്യമുണ്ടായിരിക്കും. കാരണം നല്ല എഡ്യൂക്കേഷനാണ് ഇവിടെ കിട്ടുന്നത്. കനേഡിയൻ കോളേജുകൾ, യൂണിവേഴ്സിറ്റികളൊക്കെ ഇപ്പോഴും ലോക നിലവാരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ കറക്റ്റായിട്ടുള്ള കോളേജുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം. എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും SPS ഇൻ്റർനാഷണൽ നമ്മുടെ ടീമിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് അതിൻ്റെ അകത്ത് ബ്രേക്ക് ഡൗൺസ് നോക്കി കഴിയുമ്പോഴേക്കും ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസ് സെക്ടറിൽ 8,000 പേർക്ക്, പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാംസ് വന്നപ്പോഴേക്കും 6,450 പേർക്ക്, ട്രേഡ്സ് ഒക്യുപ്പേഷൻ 3,000, സീനിയർ മാനേജേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി വരുമ്പോഴത്തേക്കും 750, ഫിസിഷ്യൻസ് 662, ഇങ്ങനെ പല നമ്പറുകളിലും ഈ ITS ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒണ്ടേരിയോ നോമിനി പ്രോഗ്രാമിലും അതിൻ്റെ പോർട്ടലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരമാണിത്. നിരവധി ആളുകൾക്ക് അതിനുവേണ്ടി ഫയലുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ എംപ്ലോയറെ കോൺടാക്ട് ചെയ്യുക. എംപ്ലോയറെ കോൺടാക്ട് ചെയ്ത് അവരുടെ എംപ്ലോയർ പോർട്ടലിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുക. നമുക്കൊരു ലൈവ് സെഷൻ ഏതായാലും പ്ലാൻ ചെയ്യുന്നതാണ്. ഉടനെ തന്നെ അതിൻ്റെ ഇൻഫർമേഷൻ ഉടൻ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലുണ്ടാവും. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തേക്കുക. അടുത്ത ദിവസം നമ്മുടെ കൺസൾട്ടൻ്റ് അവൈലബിൾ ആകുമ്പോഴേക്കും ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ നമ്മുടെ ലൈവ് വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. പിന്നെ മറ്റൊരു വാർത്ത, ചൈനയിൽ നിന്നുള്ള ആളുകൾക്കും അവരുടെ പ്രോസസ്സിങ് ഇപ്പോൾ കുറഞ്ഞ ശതമാനത്തെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ഈ ക്രിമിനൽ ചെക്ക് ചൈനയിൽ നടക്കാൻ വേണ്ടി താമസമെടുക്കുന്നു എന്നാണ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ആയതിനാലാണ് അവർ സമരത്തിലായിരിക്കുന്നത്. ഇമിഗ്രേഷൻ്റെ പ്രോസസ്സിങ് ടൈമുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, അത് വിസിറ്റർ വിസ ആണെങ്കിലോ അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രി ആണെങ്കിലോ ഏത് കാറ്റഗറിയിലാണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന വെബ്സൈറ്റാണ് CIC.gc.ca ഇമിഗ്രേഷൻ
നോക്കുക. പിന്നെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവർ നിങ്ങളുടെ സ്കോറൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കനേഡിയൻ റാങ്കിങ് സിസ്റ്റം, കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റം എന്ന CRS സ്കോർ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എത്ര പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ കഴിഞ്ഞ ദിവസം നടന്ന എക്സ്പ്രസ് എൻട്രി ഡ്രോയ് 516 അതിൻ്റെ കട്ട് ഓഫ് സ്കോർ വന്നിരുന്നത്. ഹയർ സ്കോർ തന്നെയാണ്. IELTS ഒക്കെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെൽപിപ്പ് എന്ന് പറയുന്ന എക്സാമിന് നല്ല മാർക്ക് ഉണ്ടെങ്കിലേക്കുള്ള നമുക്കത് ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ സ്കോറുകൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇംഗ്ലീഷ് ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ആഴ്ച എൻ്റെ AI വീഡിയോ പറ്റിയുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാർത്തയുടെ അവസാനം ഡോക്യുമെൻ്ററി ആയിട്ടാണ് കൊടുത്തിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. അതിൽ കുറേ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലേണിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും അതിൽ ചേർത്തിട്ടുണ്ട്. അതൊന്ന് കാണുക. പിന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴേക്കും PR കിട്ടിക്കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താണ്? PR കിട്ടിയിട്ടും സെറ്റിലാകാത്തവർ നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്. കാരണം ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സ് എടുത്താണ് ഇവിടെ വന്നിരിക്കുന്നത്, ഏതെങ്കിലും ഒരു ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോലി ഇല്ലാതെ പോകുന്നുണ്ട്. അങ്ങനെ പല ലേ ഓഫ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വളരെ റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ജൂലൈ 31 വരെ ഒരു വലിയ ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ റീൽസും കാര്യങ്ങളുമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചേഞ്ചസുകൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഫിനാൻഷ്യൽ എയ്ഡ് ഫണ്ടിങ്ങിൽ ഒണ്ടാരിയോയിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്, നേരത്തെ ഉണ്ടായിരുന്നത് ഗ്രാൻഡ് ആൻഡ് ലോൺ സ്കീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു $10,000 ആണ് നമുക്ക് ലിവിങ് എക്സ്പെൻസിന് വേണ്ടി കിട്ടുന്നതെങ്കിൽ അതിൻ്റെ 85% വരെ അത് ഗ്രാൻഡ് ആയിട്ടായിരുന്നു. ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചടയ്ക്കേണ്ടാത്ത പണം $8,500 നമുക്ക് സ്റ്റഡി ഫണ്ടായിട്ട് ലഭിക്കുന്നത്. നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ഏകദേശം ഒരു $1,500 നമുക്ക് ലോണായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് തിരിച്ചടയ്ക്കേണ്ടതായിരുന്നു. പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മറ്റ് ഫണ്ടുകളായിട്ടുള്ള സ്റ്റഡി ലൈൻ ഓഫ് ക്രെഡിറ്റ്, പിന്നെ ബെറ്റർ ജോബ്സ് ഒണ്ടാരിയോ, ഇങ്ങനെയുള്ള പല ഫണ്ടിങ്ങുകളും അവൈലബിൾ ആയിരുന്നു. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇതിനുണ്ടായിട്ടുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒണ്ടാരിയോ സ്റ്റുഡൻറ്റ് അസിസ്റ്റൻറ്റ് പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ചേഞ്ച്, ഇനി മുതൽ പ്രൈവറ്റ് കരിയർ കോളേജസിന് ഫുള്ള് ലോൺ ആയിരിക്കും ലഭിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റഡി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിവിങ് എക്സ്പെൻസ്, പിന്നെ ട്യൂഷൻ, ഇതെല്ലാം കണക്ക് കൂട്ടി ഒരു തുക നമുക്കത് ലോണായിട്ട് തരുന്നു. ഇൻട്രസ്റ്റ് കുറഞ്ഞ ഇൻട്രസ്റ്റ് ആണ് എങ്കിലും ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് മാറുന്നതനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കും. പക്ഷേ സ്പെസിഫിക്കലി ഞാനത് പറയുന്നില്ല, അത് ഫ്ലെക്സിബിൾ ആണ് വരുന്നത്. അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും ഉണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി കോളേജുകളിൽ പഠിക്കുന്നവർക്ക് അവർക്ക് ഇപ്പോൾ ഈ ലോണും ഉണ്ട് ഗ്രാൻറ്റും ഉണ്ട്. അതിലൊരു വ്യത്യാസം വന്നിരിക്കുന്നത് ലോൺ ഇനത്തിലാണ് ഇനി കൂടുതൽ പൈസ ലഭിക്കുന്നത്. അതായത് 75% ലോണും 25% ഗ്രാൻറ്റുമായിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മുമ്പത്തെ നമ്മുടെ $10,000 എടുത്തു കഴിയുമ്പോഴേക്കും ഇനി $7,500 സ്റ്റഡി ലോണും $2,500 ഒരു സ്റ്റഡി ഗ്രാൻറ്റുമായിട്ടായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ $2,500 നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത്. അത് നമുക്ക് തിരിച്ചടയ്ക്കേണ്ട. ഈ പൈസ തിരിച്ചടയ്ക്കേണ്ട എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രോഗ്രാം എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കറക്റ്റായിട്ട് നമ്മളതെല്ലാം ഫിനിഷ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനുള്ള അവസരം ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ എല്ലാം നമുക്ക് ലോണായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. പ്രോഗ്രാം കംപ്ലീഷൻ ഈസ് മാൻഡേറ്ററി there. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ITI ഒക്കെ കൊടുത്ത് അതിനുശേഷം നിങ്ങൾക്ക് PR-നുള്ള കൺഫർമേഷൻ ലഭിച്ചു എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല കോഴ്സുകളിലേക്ക് കടക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള കോഴ്സുകൾ എന്ന് പറയുമ്പോഴേക്കും ഈ ഹെൽത്ത് കെയറിൽ തന്നെ ചില പ്രത്യേക കാറ്റഗറികളുണ്ട്. ഉദാഹരണത്തിന് DSW എന്ന് പറയുന്ന ഡിസബിലിറ്റി സപ്പോർട്ട് വർക്കർ എന്ന് പറയുന്ന പ്രോഗ്രാം ഇത്തിരി ഹാർഡായിട്ടുള്ള വർക്ക് തന്നെയാണ്. ഹൈ റിസ്ക് ജോലികളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പ്രസ്ഥാനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മെൻ്റലി പ്രോബ്ലംസ് ഉള്ള ആളുകളെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ പല ഡേ കെയർ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡേ കെയർ ഫെസിലിറ്റികൾ നമ്മൾ ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിലും അതിന് താല്പര്യമുള്ളവർക്ക് ഇത് നല്ലതായിരിക്കും. ജോലി സാധ്യതയുണ്ട്. അത് റിമോട്ട് ഏരിയകളിലാണെങ്കിലോ മറ്റ് പ്രോൺസുകളിലോ ഒക്കെ ഇതിന് ഉള്ള സാധ്യതയുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് PSW ഉണ്ട്. ട്രേഡ്സ് നോക്കി കഴിയുമ്പോഴേക്കും ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ കോഴ്സുകളുണ്ട്. ഇലക്ട്രീഷ്യൻ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇതിനൊക്കെ നല്ല സമയമെടുക്കും. നന്നായിട്ട് പഠിച്ചാലേ ഉള്ളൂ നമുക്ക് അതിന് ജോലി കിട്ടുകയുള്ളൂ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൽ സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല സ്കിൽ സെറ്റ് അല്ല എങ്കിൽ നമ്മൾ ജോലിക്ക് കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ അറിയത്തില്ല, പിന്നെ നമ്മളെ അവിടെ നിന്ന് ഫയർ ചെയ്യും.
അത് കാരണം സ്കിൽ സെറ്റ് ആർജിച്ചെടുക്കാമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ നന്നായിട്ട് പഠിച്ചാലേ ഉള്ളൂ ജോലിയും കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. നല്ല നെറ്റ്വർക്കും കണക്ഷനും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരു കോളേജും ഇന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് തരും എന്നുള്ളൊരു ഗ്യാരണ്ടി ഒന്നുമില്ല അതിൻ്റെ അകത്ത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നന്നായിട്ട് ചെയ്യുന്നവർക്ക്, എഫർട്ട് എടുക്കുന്നവർക്ക് നല്ല ജോലികൾ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റു പല പ്രോഗ്രാംസുകളും അവൈലബിൾ ആണ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള AI റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, പിന്നെ മറ്റ് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പല ട്രേഡ്സും ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. പക്ഷെ പലതിനും ഫണ്ടിങ്ങുകളില്ല. ഞങ്ങളതെല്ലാം ഒന്ന് സ്കിൽ സെറ്റൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് പല കോളേജസിനും ഇപ്പോൾ സജഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന പ്രോഗ്രാംസ് നിങ്ങൾ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് സാധ്യതയുണ്ടെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പ്രൊഫൈൽ വർക്ക് ചെയ്യുന്നവർക്ക് അതിനെപ്പറ്റിയുള്ളൊരു ഇൻപുട്ട് ഞങ്ങൾക്ക് തരാൻ സാധിക്കും. കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിന് തരാൻ സാധിക്കും. അതിനുശേഷം നമുക്കത് പ്രോഗ്രാമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ചിലർ ഓൾറെഡി ഒരു പ്രൊഫൈലിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, അതിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴേക്കും ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു സാലറി ഹൈക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ജോലിക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻപുട്സ് തരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കോൺടാക്ട് ചെയ്യുക, ഫോൺ വിളിക്കുക 4163218272 അല്ലെങ്കിൽ bijo@canadianskills.ca നിങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്നതാണ്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിലോ ഡൊമസ്റ്റിക് സ്റ്റുഡൻസ് ആണെങ്കിലോ ആർക്ക് വേണമെങ്കിലും ഇമെയിൽ അയക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഈ ഫണ്ടിങ്ങിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ബെറ്റർ ജോബ്സ് ഒന്റാരിയോ, സ്റ്റഡി ഫണ്ട് എയ്ഡ്, പിന്നെ ഫിനാൻഷ്യൽ ഹെൽപ്പ് ആൽബർട്ടയിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതായത് ആൽബർട്ട സ്റ്റുഡൻറ്റ് എയ്ഡ്, ഇതൊക്കെ അവൈലബിൾ ആണ്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻസിനൊക്കെ വേണ്ടി കോൺടാക്ട് ചെയ്യുക. അടുത്തതായിട്ട് നാഷണൽ ഇൻ്റർനാഷണൽ ന്യൂസുകൾ നോക്കിക്കഴിയുമ്പോഴേക്കും കാനഡയിലെ പല ഇൻഡസ്ട്രീസും ഇനി സ്വദേശിവൽക്കരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഫുഡ് പ്രോസസ്സിംഗ് സെൻറ്റേഴ്സ്. നമുക്കറിയാം കാനഡയിൽ നിരവധി ഫുഡ് പ്രോസസ്സിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, ഫാംസ് ഉണ്ട്, ഹൈഡ്രോഫോണിക് ഫാംസ് ഉണ്ട്, അക്വാഫോണിക് ഫാംസ് ഉണ്ട്. വളരെയധികം പ്രൊഡ്യൂസ് ഉള്ള ഒരു രാജ്യം തന്നെയാണ് കാനഡ. എന്നാൽ ഇവിടെ പ്രോസസ്സ് ചെയ്യുന്ന പല കാര്യങ്ങളും, പല സാധനങ്ങളും അമേരിക്കയിൽ അല്ലെ മറ്റു രാജ്യങ്ങളിൽ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് പ്രോസസ്സിങ് ചെയ്ത ശേഷമാണ് കാനഡയിലേക്ക് തിരിച്ചെത്തുന്നത്. ഉദാഹരണത്തിന് വെള്ളരിക്ക, നമ്മുടെ കുക്കുംബർ, അത് കാനഡയിൽ നിന്ന് US പോകുന്നു. അവിടെ ചെന്ന ശേഷമാണ് അത് പിക്കിൾസ് ആക്കി തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഇനി പുതിയ സംവിധാനങ്ങൾ അതിനുവേണ്ടി ഒരുക്കാൻ പോവുകയാണ്. കാനഡയിൽ തന്നെ കംപ്ലീറ്റ് ഫുഡ് പ്രോസസ്സിങ് നടത്തുന്നതിനും അങ്ങനെ ഇവിടെ തന്നെ എല്ലാ സൈക്കിൾസും പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കനേഡിയൻ സർക്കാർ. അതുവഴി നല്ല ഇക്കണോമിക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ ഇന്ധനവില നോക്കിക്കഴിയുമ്പോഴേക്കും ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ ഞാൻ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ നിന്നും നോവസ്കോഷ്യയിൽ നിന്നുമൊക്കെ കേട്ടത്, അവിടെ അല്പം വില കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ സാധിച്ചത്. $2.29 ആയിരുന്നു അവിടുത്തെ വില എന്ന് പറയുന്നത്. എന്നാൽ ഒണ്ടേരിയോയിൽ ഇപ്പോൾ 1.60 1.71 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഏകദേശം $75 ചിലവ് വരുന്നത്. മറ്റു ഭക്ഷ്യവസ്തുക്കളുടെ വില നോക്കിക്കഴിയുമ്പോഴേക്കും ഇതേ ഒരു ഹൈക്ക് തന്നെ അതിലുണ്ട്. കാരണം ഡീസലാണ് പ്രധാന ഘടകം എന്ന് പറയുന്നത്. കാരണം ട്രക്കുകളിലാണ് ട്രാൻസ്പോർട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡീസൽ ചെലവ് കൂടി തന്നെയാണ് നിൽക്കുന്നത്. വെതർ കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോഴേക്കും ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഫ്ലഡിങ് സിറ്റുവേഷനും, എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ കാട്ടുതീയും ഉണ്ടായിരുന്നു. ഒണ്ടേരിയോയിലെ സെന്റ് കാതറിൻസിൽ കഴിഞ്ഞ ദിവസം എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലഡിങ് സിറ്റുവേഷൻ കാരണം. നമ്മുടെ ഒരു നല്ല കമ്മ്യൂണിറ്റി അവിടെയുണ്ട്. എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാം കാര്യങ്ങളും ഓക്കെ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ ബ്രിട്ടീഷ് കൊളംബിയയിലെ പല ഭാഗങ്ങളിലും കാട്ടുതീ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സിറ്റുവേഷൻസ് എല്ലാം കൺട്രോൾഡ് ആണ്, എന്നാൽ 100-ലധികം ഫയേഴ്സ് പല ഭാഗങ്ങളിലും ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. കഴിഞ്ഞ ദിവസം CBC ന്യൂസിൽ ഒരു വാർത്ത കാണാൻ സാധിച്ചു. അത് അല്പം കൺസേൺഡ് ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. കാനഡ ഗവൺമെൻറ് തന്നെ അതിനെ വലിയ കൺസേൺ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ലാർജ് വൈറ്റ് സുപ്രീമിസ്റ്റ് മീറ്റിംഗ് ഷേക്സ് റെസിഡൻസ് ഓഫ് ആൽബർട്ട ടൗൺ. RCMP aware of Second Sons Canada monitoring rise of hate motivated crime and incidents. അവരുടെ സെക്കൻഡ് ആനുവൽ മീറ്റിംഗ് ആണ് നടത്തിയത്. ഒരു വൈറ്റ് സുപ്രീമസി ഗ്രൂപ്പാണത്. കാനഡ എന്ന് പറയുന്ന രാജ്യം ഇമിഗ്രൻസിനാൽ ബിൽഡപ്പ് ചെയ്യപ്പെട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. ഇമിഗ്രൻസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന രാജ്യവും
ഒരു കടലിലേക്ക് മറ്റ് നദികൾ ഒഴുകിച്ചേരുന്നത് പോലെ ഒരുമിച്ച് ഒരു കടലായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമായിട്ടാണ് എനിക്കിവിടം തോന്നിയിട്ടുള്ളത്. നമ്മൾ പല വീഡിയോസും റീൽസും ഒക്കെ ഇടുമ്പോൾ പലരും കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത്, നമ്മൾ പെരുന്നാളുകൾ ആഘോഷിക്കാമോ അല്ലെങ്കിൽ ഉത്സവങ്ങൾ നടത്താമോ എന്നുള്ളതൊക്കെ. എൻ്റെ അറിവിൽ ഇവിടെ ഓർഗനൈസേഷൻസുകളൊക്കെ നടത്തുന്ന പ്രോഗ്രാമുകൾ പ്രത്യേക പെർമിഷൻസ് എടുത്ത് അവിടെ അവരുടെ പരിധിക്കുള്ളിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ പ്രവാസികളെന്ന് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കമ്മ്യൂണിറ്റി സ്പിരിറ്റ് നമ്മൾ എവിടെ ആയിരിക്കുന്നു അത് അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ്. പക്ഷേ അതൊരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ പോകണം. കാരണം വിവിധ കമ്മ്യൂണിറ്റികളുണ്ട്. ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ഫിലിപ്പിനോസ്, നമ്മുടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ഓണം ഇങ്ങടുത്തെത്തി. ആളുകളൊക്കെ ഇപ്പോൾ തുണി വാങ്ങുന്നതിനും സാധനങ്ങൾ വാങ്ങുന്നതിനും ഒക്കെ പോയി തുടങ്ങി. പല പല പരിപാടികളും ഇപ്പോൾ ഓർഗനൈസേഷൻസ് നടത്തുന്നുണ്ട്. അവിടെയൊക്കെ ഇഷ്ടംപോലെ വെൻഡേഴ്സും പിന്നെ ബിസിനസ്സുകാരും ഒക്കെയുണ്ട്. അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് സാധനം വാങ്ങാവുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു പ്രത്യേക പരിപാടി മലയാളി ബിസിനസ് കൺസോർഷ്യം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, 1 വീക്ക് MBA എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൻ്റെ വർക്കിലായിരുന്നു ഏതാണ്ട് 2 വർഷമായിട്ട് തന്നെ. ഇപ്പോൾ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലോട്ട് എത്തുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മളൊരു ചെറിയൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുകയാണ്. ഇവിടെയുള്ള ബിസിനസ് ചെയ്യുന്നവർ, അത് ചെറുകിട ബിസിനസ്സുകളോ വലിയ ബിസിനസ്സുകളോ ഒക്കെ ചെയ്യുന്നവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു ഫോറമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നോർത്ത് യോർക്കിലുള്ള ഒരു ഫെസിലിറ്റിയിൽ വെച്ച് ഒരു ഇൻഡോർ ഫെസിലിറ്റിയാണ്. അവിടെ കുറച്ച് ഓണക്കച്ചവടങ്ങളൊക്കെ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കമ്പനിയോ അല്ലെങ്കിൽ CSTC ഒന്നും അല്ല നടത്തുന്നത്, അതൊന്ന് ഓർഗനൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ലൈസൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈസൻസ് ആവശ്യമില്ലാത്ത ബിസിനസ്സുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതവിടെ വന്ന് പ്രദർശിപ്പിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വരാവുന്നതാണ്. ഇമെയിൽ അയക്കും biju@canadianskills.ca. അങ്ങനെ നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യാം. പ്രത്യേകിച്ചും ബിസിനസ് കമ്മ്യൂണിറ്റി, മലയാളികളുടെ ഇടയിൽ ബിസിനസ്സുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നത്. തുണികളൊക്കെ കച്ചവടം ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ്സ് കച്ചവടം ചെയ്യുന്നവർ, പിന്നെ നമുക്കറിയാം ഫുഡ്, ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്ഡ് ആയിട്ടുള്ള അച്ചാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഓണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സർവീസുകൾ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് വരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെയും ക്ഷണിക്കുന്നു. പ്രത്യേകിച്ചും പേരൻസൊക്കെ ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിയാപ്പോൾ, സമ്മറൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങോട്ട് വരാവുന്നതാണ്. മക്കളെയൊക്കെ ആയിട്ട് ഒരുമിച്ച് വരിക. നമുക്ക് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അവിടെ വന്ന് നമ്മുടെ വെൻഡേഴ്സിനെയൊക്കെ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ കടകളിൽ നിന്ന് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാം, അല്ലെങ്കിൽ വെറുതെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് വരാം.